പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശിശുദിനവുമായി ബന്ധപ്പെട്ട ഒരു പ്ലക്കാർഡാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ശിശുദിനത്തിന് മാത്രമല്ല, ഏത് പ്ലക്കാർഡ് തയ്യാറാക്കാനും ഈ രീതിയിൽ തുടർന്നാൽ മതി. തയ്യാറാക്കേണ്ട പോസ്റ്റർ മാത്രം മാറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു തുണിക്കവറാണ്. ഷർട്ടെല്ലാം വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു കവറുണ്ടല്ലോ. അപ്പോൾ ഇത് തുണിക്കടയിൽ ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ഫ്രീ ആയിട്ട് എടുത്തു തരുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് 2 പ്ലക്കാർഡ് വേണമെങ്കിൽ ഉണ്ടാക്കാം, അതിൻ്റെ 2 ഭാഗങ്ങൾ ഉപയോഗിച്ചിട്ട്. കറക്റ്റ് A4 ഷീറ്റിൻ്റെ വലിപ്പമാണ് അതിൻ്റെ ഒരു ഷീറ്റിനുള്ളത്. അപ്പോൾ അതിൻ്റെ A4 ഷീറ്റിന് കണക്കാക്കി ബാക്കി ആ മടക്കിയിരിക്കുന്ന ഭാഗമെല്ലാം നമുക്ക് മുറിച്ച് മാറ്റാം. ഇത്തരം ബോക്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാർഡ്ബോർഡ് ഉപയോഗിക്കാം. കട്ടിയുള്ള ഏത് പേപ്പറും നമുക്ക് പ്ലക്കാർഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കാം. അപ്പോൾ ഇതേപോലെ അതിൻ്റെ സൈഡിലേക്ക് മടക്കമുള്ളതൊക്കെ നിവൃത്തി നമുക്ക് ആ നടുക്കുള്ള മടക്കൊന്നുമില്ലാത്ത ഒരു ഭാഗം മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇത് നമ്മുടെ പേപ്പർ വെച്ച് നോക്കുമ്പോൾ ബാക്കി 3 സൈഡും കുറച്ച് ഭാഗം പുറത്തോട്ടുണ്ട്, ഒരു സൈഡ് മാത്രം അല്പം കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ മറ്റു വശങ്ങൾക്ക് കണക്കാക്കി കൂടുതലുള്ള ഭാഗം മുറിച്ച് കളഞ്ഞു. A4 പേപ്പറിൻ്റെ അതേ വലുപ്പത്തിലല്ല, കുറച്ച് ഭാഗം പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ പേപ്പറിൽ പ്ലക്കാർഡിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കിയാണ്. അപ്പോൾ ഈ പോസ്റ്ററിൽ ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത് ജെ ചാച്ചാജി ജെ ശിശുദിനം എന്നാണ്. പിന്നീട് റോസാപ്പൂ വരച്ചു കൊടുത്തു. പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ സ്പേസ് കിടക്കുന്നത് കൊണ്ട് അവിടെ ഹാപ്പി ചിൽഡ്രൻസ് ഡേ എന്ന് എഴുതിയൊരു ബോക്സ് ഇട്ടു. പിന്നെ ബോർഡർ വരയ്ക്കാൻ സ്കെയിലും തപ്പി നടന്നില്ല, അതൊരു ഡിസൈൻ പോലെ വെറുതെ വരച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ക്രയോൺസ് കൊണ്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇത്തരം പോസ്റ്ററുകൾ അതിലെഴുതാനുള്ള മുദ്രാഗീതങ്ങൾ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷിലുള്ളതും മലയാളത്തിലുള്ളതും ഒക്കെ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട്. മാറ്റി മാറ്റി നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് പോയി നോക്കാവുന്നതാണ്. എഴുത്തിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനും കുറച്ച് കളർഫുള്ളാക്കാൻ വേണ്ടി ക്രയോൺസ് കൊണ്ട് ഇതുപോലെ ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം കേട്ടോ. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. പോസ്റ്റർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒന്നാണ്. അധികം ഡെക്കറേഷനൊന്നും ചെയ്തിട്ടില്ല, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു പോസ്റ്റർ. ഇനി നമുക്ക് നമ്മുടെ ആ പേപ്പറിലേക്ക് ഇത് ഒട്ടിച്ച് കൊടുക്കാം. ഇനി വേണ്ടത് മറ്റൊരു A4 ഷീറ്റാണ്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഓറഞ്ച് കളറുള്ള പണ്ട് ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി വാങ്ങി വെച്ചിട്ട് കളറ് പോയൊരു പേപ്പറാണ്. നിങ്ങൾക്ക് വെള്ള പേപ്പർ തന്നെ ഉപയോഗിക്കാം കേട്ടോ. അതിന് ഞാൻ 4 ഫോൾഡ് ചെയ്ത്, നമുക്ക് 4 പീസ് വേണം, അതിന് വേണ്ടിയിട്ടാണ് 4 ഫോൾഡ് ചെയ്ത് 4 മുറിച്ചെടുത്തു. ഇനി അതിൻ്റെ ഓരോ പീസിലും പശ തേച്ച് നമ്മുടെ കാർഡ്ബോർഡിൽ അല്ലെങ്കിൽ കട്ടിയുള്ള പേപ്പറിൻ്റെ 4 സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. കുറച്ച് ഭാഗം പുറത്തേക്ക് നിൽക്കുന്ന രീതിയിലാണല്ലോ നമ്മൾ മുറിച്ചെടുത്തിരുന്നത്. അപ്പോൾ അത് കവർ ചെയ്ത് കിട്ടാനും ഒരു നല്ലൊരു ബോർഡർ കിട്ടാനും പ്ലക്കാർഡിന് കുറച്ചുകൂടി വലുപ്പം തോന്നാനും ഈ ഒരു രീതി ചെയ്യുന്നത് നല്ലതാണ്. ശിശുദിനവുമായി ബന്ധപ്പെട്ട 2-3 പ്ലക്കാർഡുകൾ നമ്മൾ ഇതിന് മുന്നേ ചാനൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ഇത് സൈഡിലേക്കുള്ള 2 പേപ്പറുകൾ നീളം കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കളർ കുറവുള്ള ഭാഗങ്ങൾ ചെത്തി മാറ്റി അതിന് കണക്കാക്കി മുറിച്ചെടുത്തിട്ട് സൈഡിലേക്ക് ഒട്ടിച്ച് ചേർക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പ്ലക്കാർഡിന് A4 ഷീറ്റിനെക്കാട്ടും കുറച്ച് വലിപ്പം ഉണ്ടാകുകയും ചെയ്യും. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പോസ്റ്റർ അതിലേക്ക് നടുഭാഗത്തായി ഒട്ടിച്ചു കൊടുക്കാം. പോസ്റ്ററിൻ്റെ ഏകദേശം റെഡിയായി. ഇനി നമുക്ക് കൊമ്പ്, അത് കൈ പിടിക്കാനുള്ള സ്റ്റിക്കാണ് ചെയ്യേണ്ടത്. സാധാരണ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിലെല്ലാം ഞാൻ പേപ്പർ കൊണ്ടാണ് ചെയ്തത്. ഇത് ഒരു കപ്പത്തണ്ടാണ്, അധികം വണ്ണമില്ലാത്ത ഒരു കപ്പത്തണ്ട് എടുത്തു, അതിനെ ചെത്തി മിനുക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല നീളമുണ്ട് കേട്ടോ. പിന്നെ നമുക്കത് കാർഡ്ബോർഡിൽ ഒട്ടിക്കേണ്ട ഭാഗത്ത് കുറച്ച് പരത്തി ചെത്തിയെടുത്തു, ഉരുട്ടിയല്ല, 2 സൈഡും കുറച്ച് പരത്തി കത്തി കൊണ്ട് ചെത്തി അതിൻ്റെ കട്ടി കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കൊമ്പ് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ പേപ്പർ ചുറ്റി അത് കൊമ്പല്ല എന്ന രീതിയിലേക്ക് വേണമെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി പെർഫെക്ഷൻ വൃത്തിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ പേപ്പർ ചുറ്റിയെടുത്തു. വേണമെങ്കിൽ ന്യൂസ് പേപ്പർ ചുറ്റിയാലും മതി, A4 ഷീറ്റില്ല എങ്കിൽ. ഇനി നമുക്ക് ചെയ്യേണ്ടത് മറ്റൊരു A4 ഷീറ്റ് എടുത്ത് അതിൻ്റെ വീതിക്കായി 4 പീസ് ഇതേപോലെ മുറിച്ചെടുക്കുക. ആ കൊമ്പ് നമുക്ക് സാധാരണ ആണിയടിച്ചൊക്കെ വെക്കൽ പ്രയാസമാണ്, അത് പെട്ടെന്ന് ഇളകിപ്പോരും. പിന്നെ അപ്പുറ വശത്തേക്ക് മുട്ടും, അങ്ങനെയൊക്കെ പ്രയാസമുണ്ട്. നമുക്ക് ഈ ഒരു പേപ്പറും പശയും മാത്രം മതി ആ കൊമ്പ് അതിൽ ഒട്ടിച്ച് വെക്കാൻ വേണ്ടി. അപ്പോൾ ഇതേപോലെ ആദ്യം നമ്മൾ പേപ്പറിനെ ചുറ്റി ഒട്ടിക്കണം. അവിടെ പേപ്പറിൻ്റെ അവിടെ പൊങ്ങി നിൽക്കാൻ പാടില്ല, അങ്ങനെയാകുമ്പോൾ പേപ്പർ കമ്പ് ഊർന്നു പോരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശരിക്കും പശ ആ കമ്പിനെ തട്ടി നിൽക്കുന്ന രീതിക്ക് വേണം ചെയ്യാൻ. കണ്ടോ, ഇതേപോലെ ആ ഒരു ഭാഗം പൊന്തി നിൽക്കാതെ അത് ശരിക്കും കമ്പിലേക്ക് ഒട്ടിച്ച് ചേർക്കണം. ഇനി ബാക്കി 2 പീസും കൂടി ക്രോസ് ആയിട്ട് ആ പേപ്പറിന് ബലം കിട്ടാൻ വേണ്ടി ക്രോസായി പശ തേച്ച് ഇതേപോലെ ഒട്ടിക്കുക. ഇനി ഒരു രീതിയിൽ ആ കമ്പ് അവിടെ നിന്ന് ഇളകി പോരത്തില്ല. ഇനി മറ്റൊരു പേപ്പർ എടുത്ത്, ഞാൻ എടുത്തിരിക്കുന്നത് പച്ച കളറുള്ള പേപ്പറാണ്,
അത് ഞാൻ പറഞ്ഞു മുന്നേ വാങ്ങി വെച്ചിരുന്ന കളറ് പോയ പേപ്പറുകൾ ഇരിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് വെള്ള പേപ്പർ തന്നെ ഉപയോഗിക്കാം. അത് ഇതേപോലെ ഒട്ടിച്ചു. ഇവിടെ ഞാൻ ആ പേപ്പറിൻ്റെ നമ്മുടെ സ്റ്റിക്ക് ഇരിക്കുന്ന ഭാഗത്ത് ചേർത്ത് ഒട്ടിക്കുന്നില്ല കേട്ടോ. കാരണം ഇത് പുറമേ ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, ഒരു ആ ഒട്ടിച്ച ഭാഗമൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് എടുത്ത് നോക്കാം. പ്ലക്കാർഡ് നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. കുട്ടികളൊന്ന് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഊരി പോകത്തില്ല. നല്ല ബലമുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി കമ്പൊന്നും കിട്ടാൻ ഇല്ലാത്തവർക്ക് പേപ്പർ കൊണ്ട് ചെയ്യാവുന്ന സ്റ്റിക്ക്, അതായത് പ്ലക്കാർഡിൽ കയ്യിൽ പിടിക്കുന്ന സ്റ്റിക്ക് പേപ്പർ കൊണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ മുന്നത്തെ വീഡിയോകളിൽ ചാനൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ചാനൽ കയറി നോക്കിയാലും മതി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അത്രയേ ഉള്ളൂ. താങ്ക്